പ്രൈസ് ലോർഡ്. അമ്മ മാതാവിനും തൃക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട്. എൻ്റെ പേര് മാർട്ടിൻ. ഞാൻ പത്തനംതിട്ട ചുങ്കപ്പാറ കോട്ടാങ്ങൽ സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ചർച്ചിലെ ഒരംഗമാണ്. ഞാൻ 2019 ഡിസംബറിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി പുതുക്കിയിരുന്നു. പിന്നെ 2ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ സാക്ഷ്യം പറയുന്നത്. ഇതിനു മുമ്പ് പറഞ്ഞ സാക്ഷ്യം ഞാൻ പറഞ്ഞിരുന്നു. ഇത് ഞാൻ മാർച്ചിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ ശേഷം എനിക്ക് മാർച്ച് 25-ാം തീയതി അമ്മയായ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹത്തിന് ഫലമായി എനിക്കൊരു വീടും സ്ഥലവും മേടിക്കാനായിട്ട് സാധിച്ചു. അതിനുശേഷം എനിക്ക് ഏപ്രിലിൽ കോവിഡ് പോസിറ്റീവായിരുന്നു. ഞാൻ കുടുംബത്താണ് താമസിച്ചത്. എനിക്ക് 32 വയസ്സായി. എനിക്കൊരു അനിയനാണുള്ളത്. ഞങ്ങൾ രണ്ടുപേരെയും മാരേജ് കഴിഞ്ഞാണ്. അപ്പോൾ ഒരു ഭവനം മേടിക്കണമായിരുന്നു. ഒരു പ്രൈവറ്റ് ജോലിയായിരുന്നു. ഇപ്പോൾ എനിക്കതിന് സാധിക്കുമെന്നുള്ള യാതൊരു വിധത്തിലുള്ള ഒരു മാർഗ്ഗമില്ലായിരുന്നു. പക്ഷേ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് എനിക്ക് ആ ഭവനം ഏകദേശം 20 ലക്ഷം രൂപയോളമായി. പക്ഷേ 1 രൂപ പോലും ഇല്ലാണ്ട് ആ കാര്യങ്ങളെല്ലാം ലോണാണ് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് തന്ന് എനിക്ക് മേടിക്കുവാൻ സാധിച്ചു. അത് അമ്മയുടെ ഒറ്റൊരാളുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഏപ്രിൽ 25-ാം തീയതി എനിക്ക് കോവിഡ് പോസിറ്റീവായി. 27-ാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആദ്യം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലായിരുന്നു, കോഴഞ്ചേരിയിലായിരുന്നു. എനിക്ക് ന്യൂമോണിയ അതോടൊപ്പം സ്റ്റാർട്ടായിരുന്നു, അറിഞ്ഞിരുന്നില്ല. എൻ്റെ ലെൻസിനകത്തും ബ്ലഡിനകത്തും 83% ന്യൂമോണിയ ആയിപ്പോയി. അവിടുന്ന് വെൻറ്റിലേറ്ററിലേക്ക് മാറ്റി. ഏകദേശം 23 ദിവസമായപ്പോൾ അവർ പറഞ്ഞു ഇനി ഇവിടെ കണ്ടിന്യൂ ആയിട്ട് കാര്യമില്ല. കാരണം ഇവിടെ എല്ലാവരും കോവിഡുകാർ മാത്രമേ ഉള്ളൂ. നമുക്ക് ന്യൂമോണിയയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾ എമർജൻസി ആയിട്ട് വേറെ എവിടേക്കെങ്കിലും മാറ്റണം. കാരണം ഈ പേഷ്യൻറ്റിൻ്റെ അവസ്ഥ വളരെ മോശമാണെന്ന് പറഞ്ഞു. അപ്പോൾ മെഡിക്കൽ കോളേജിലും മറ്റും ബന്ധപ്പെട്ടപ്പോൾ അവിടെ നമുക്ക് ICU കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ് ആ സമയത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയാണ്, എന്നെ തിരിച്ച് വീട്ടിലേക്ക് മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. കാരണം അവർക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ വീട്ടിൽ വന്നപ്പോഴേക്കും എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ബന്ധപ്പെട്ട്. കാരണം ഞാൻ ഈ ഭവനം മേടിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സാമ്പത്തിക ബാധ്യത വന്നിരുന്നു. കാരണം ഒരു പ്രൈവറ്റിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു. എന്നാൽ അവരെ തന്നെ എൻ്റെ വീട്ടുകാരും സുഹൃത്തുക്കളൊക്കെ ഒത്തിരി പേര് ഇവിടെ വരുന്നവരുണ്ട്. അവരെല്ലാം ഇവിടെ മാതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അവരിടപെട്ട് എന്നെ പെട്ടെന്ന് പുഷ്പേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ഒത്തിരി പൈസയായി, ലക്ഷക്കണക്കിന് രൂപയായി. എങ്കിലും അവിടെ കൊണ്ടുപോകാനും അവിടെ വേണ്ട എല്ലാ കാര്യങ്ങളും അതാത് സമയങ്ങളിൽ അമ്മ ഇടപെട്ട് സാമ്പത്തികം കാര്യങ്ങളെല്ലാം എൻ്റെ 1 രൂപ പോലും ഇല്ലാത്ത അവസ്ഥയിൽ എനിക്ക് വേണ്ടി ആ സമയത്ത് ഓരോരുത്തരെ ഇടപെടുത്തി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. അതിനേക്കാൾ ഞാൻ മരിച്ചു എന്ന് പോലും എൻ്റെ നാട്ടിൽ പറയുകയുണ്ടായി. എന്നാൽ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇവിടെ ഇപ്പോൾ വന്ന് ഇവിടെ നിൽക്കാനും ഈ സാഹചര്യം പറയാൻ എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഞാൻ ഈ ഭവനം മേടിച്ചതും മറ്റുമൊക്കെ ഞാൻ പറയും ലോൺ എടുത്താണ്. അത് കാരണം എനിക്ക് ആ ജോലി തുടരാൻ പറ്റില്ല. കാരണം എനിക്ക് അവിടുന്ന് വെളുപ്പിനെ 6 മണിക്ക് ജോലി കയറേണ്ടതാണ്. 4:30 ഞാൻ വീട്ടിൽ നിന്ന് പോകണം. അപ്പം ഡോക്ടർമാർ പറയും ന്യൂമോണിയ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല, അതുകൊണ്ട് ഒരു 6 മാസത്തിനധികം ബൈക്ക് ഓടിക്കാനോ തണുപ്പ് കൊള്ളാനോ യാത്ര ചെയ്യാനോ പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരുപാട് വർഷമായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നൊരു ജോലിയാണ്, ഒരു ഗവൺമെൻറ് സർവീസിലേക്കായിരുന്നു. അത് ഞാനിവിടെ വന്ന തൊട്ട് 2019 തൊട്ട് ഞാൻ ആ ഒരു ആവശ്യം ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു. എന്നാലിപ്പോൾ സ്ഥിരമല്ലെങ്കിൽ പോലും എനിക്കൊരു കോപ്പറേറ്റീവ് ബാങ്കിൽ ഒരു നിയമനം ലഭിക്കുകയും താൽക്കാലികമായിട്ട് അവിടെ ജോലി ചെയ്യാനും പറ്റുന്നുണ്ട്. എന്നാൽ അവിടുത്തെ ശമ്പളം കൊണ്ട് എനിക്ക് ലോണോ കാര്യങ്ങളോ അടച്ചു പോകാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ നേരത്തെ ജോലി ചെയ്യുന്ന കമ്പനിയിലെ ആളുകൾ ഇതറിഞ്ഞ് എനിക്കെപ്പോൾ സ്ഥിരമാകുന്ന അപ്പോൾ വരെ എൻ്റെ ലോണും ബാക്കി കാര്യങ്ങളും അവർ മാസാമാസം അടച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് അവർ ആ കാര്യങ്ങൾ അന്ന് തൊട്ട് എനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ അമ്മയായ മാതാവിൻ്റെ വലിയൊരു ഇടപെടലാണ് ഉണ്ടായത്. കാരണം ഒരു പ്രൈവറ്റ് സ്ഥാപനമാണ്, അവരെ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ പോലും വിശ്വസിക്കുന്നില്ല. പക്ഷേ അവർ ഒരു ഉറപ്പ് തന്നിരിക്കുകയാണ്. കഴിഞ്ഞ മാസങ്ങളൊക്കെ അവരത് കറക്റ്റായിട്ട് എനിക്ക് ചെയ്തു തരുന്നുണ്ട്. എൻ്റെ ലോണും കാര്യങ്ങളും അടയ്ക്കാനുള്ള എല്ലാ സഹായവും അവർ ചെയ്തു തരുന്നു. ഇങ്ങനെ നിരവധിയായ അനുഗ്രഹങ്ങളാണ് അമ്മ എനിക്ക് ചെയ്തു തന്നതിന്. എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തൃക്കുമാരനും 1000 നന്ദി. മാർട്ടിൻ്റെ സാക്ഷ്യം വലിയൊരു സാക്ഷ്യമാണ്. മാർട്ടിനോട് പറയുകയായിരുന്നു, ഞങ്ങൾ 2 മക്കളാണ്, 2 മക്കളുടെയും വിവാഹം കഴിഞ്ഞു. പക്ഷെ ഒരു ഭവനത്തിലേക്ക് മാറി താമസിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എനിക്ക് എടുക്കാനായിട്ട്. പക്ഷെ മാറ്റം പറയുകയാണ് 20 ലക്ഷത്തിന് മുകളിലുള്ള ഒരു ഭവനം പണിയുവാനായിട്ട് പൂർണ്ണമായിട്ട് സാധിച്ചു. അത് മറ്റു മാർഗ്ഗങ്ങളും ഇല്ലാതെ തന്നെ പരിശുദ്ധ അമ്മ പല മേഖലകളിൽ ഇടപെട്ടുകൊണ്ട് ഈ മകനെ പൂർണ്ണമായിട്ടും ഒരു ഭവനം സജ്ജമാക്കി കൊടുത്തു. 2ാമത്തെ ഈ മകൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് കോവിഡ് ബാധിച്ചു, ന്യൂമോണിയ കൂടി, സാച്ചുറേഷൻ ലെവൽ ഒരുപാട് കുറഞ്ഞു. ഒത്തിരി ശരിക്കും ഈ മകൻ്റെ ജീവിതം തന്നെ ഇനി ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. നാട്ടുകാരെല്ലാം പറഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ആ സാഹചര്യത്തിലും ഇവിടെ വന്ന് ഈ മകൻ്റെ അമ്മയും സഹോദരങ്ങളുമൊക്കെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്
ഒരുപാട് പൈസ ചിലവുണ്ടായിരുന്ന ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ പോലും എല്ലാം കൃത്യമായിട്ട് അമ്മ ഇടപെട്ടുകൊണ്ട് മകൻ പറയുക, ഞാനിവിടെ ഇങ്ങനെ നിൽക്കാൻ കാരണം എൻ്റെ അമ്മയുടെ ഒറ്റ സഹായമാണ്. പരിശുദ്ധ അമ്മ എൻ്റെ അടുക്കൽ വന്നതുകൊണ്ട്. നമുക്കറിയാം പരിശുദ്ധ അമ്മ ഇവിടുത്തെ കൃപാസന മാതാവ്, സഞ്ചാരി മാതാവാണ്. പലയിടത്തും അമ്മയോട് വിശ്വസ്തത പുലർത്തുന്ന മക്കളുടെ കാര്യങ്ങളിൽ അമ്മ സഞ്ചരിച്ച് ചെല്ലും, അടുത്ത് ചെന്ന് പരിചരിക്കും, അവരെ അമ്മ നെഞ്ചോട് ചേർക്കും. പരിശുദ്ധമ്മയുടെ വലിയൊരു പ്രത്യേകത. അപ്പോൾ ഈ സഞ്ചാരി മാതാവ് ഈ മകൻ്റെ അടുക്കൽ ഈ മകൻ മരിച്ചുവെന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്നും ഇന്നിവിടെ അമ്മയുടെ സന്നിധാനത്തിൽ വന്ന് കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഈ മകനെ കൊണ്ട് ഇനിയും ഒത്തിരിയേറെ കാര്യങ്ങൾ അമ്മയ്ക്ക് ചെയ്യുവാനുണ്ട്. നിങ്ങൾ സാക്ഷ്യം കേൾക്കുന്നവരെല്ലാവരും ഓർത്തുകൊള്ളുക, ഉടമ്പടി ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് സാക്ഷ്യങ്ങൾ പറയുവാനുള്ള വലിയ കൃപ പരിശുദ്ധമ്മ നൽകും. നിങ്ങൾ വിശ്വാസം പുലർത്തി ദൈവത്തോട് നീതി പുലർത്തിയാൽ, കർത്താവിന് വേണ്ടി നിങ്ങൾ സ്വന്തമായി ഒരു വാഗ്ദാന പേടകമായി മാറിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ ഉണ്ടാകും. പിന്നീട് പറയുകയായിരുന്നു, ഈ ചിലവൊക്കെ ഒരുപാടുണ്ടായപ്പോഴും കടങ്ങളുള്ളപ്പോഴും എൻ്റെ ഇപ്പോഴുള്ള ജോലി, എനിക്കൊരു ജോലി കിട്ടി, എനിക്കൊരു ശമ്പളം, അത്യാവശ്യമുള്ള ശമ്പളമുണ്ട്, പക്ഷേ എങ്കിൽ കൂടി എൻ്റെ കാര്യങ്ങളൊന്നും ക്രമീകരിക്കാൻ പറ്റുന്നു. പക്ഷേ ഒരു പ്രൈവറ്റ് കമ്പനി മുമ്പോട്ട് വരികയാണ്, എന്നിട്ട് പറയുകയാണ്, നിനക്ക് എപ്പോഴാണോ ജോലി സ്ഥിരമാകുന്നത് അതുവരെ നിനക്കുള്ള നിൻ്റെ ലോണിൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാമെന്ന്. ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളാണ്, നടക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഓർത്തുകൊള്ളുക, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് പറയുന്നതാണ്. നമുക്ക് പല കാര്യങ്ങളും അസാധ്യമാണ്, പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കുമ്പോൾ അത് വലിയ കൃപയായിട്ട് നമുക്ക് ലഭിക്കും.